പല ആളുകളും പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെ ഓരോ വർഷം വന്നിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. പല ആളുകളും അതൊരു ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾക്കെങ്കിലും അതിന്ന് അസുഖം കണ്ടെത്താനും സാധിക്കാറുണ്ട്. ഞാൻ അതിൽ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങളുണ്ട്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒന്നാമത്തെ കാര്യം, ഹെൽത്ത് ചെക്കപ്പ് മുഖാന്തരം ഹാർട്ടിന്റെ റിസ്ക് നോക്കുന്ന പലരും ECGയും എക്കോ ടെസ്റ്റും കൊടുക്കും. ഇത് രണ്ടും നോർമൽ ആണെങ്കിൽ ഹാർട്ട് നോർമലാണ്, ബ്ലോക്ക് ഇല്ലാന്ന് അവർ വിചാരിക്കും. ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. പ്രത്യേകിച്ച് ECG നോർമൽ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. നേരെ മറിച്ചും ഉണ്ടാവും. ചില ആളുകൾക്ക് ECGയിൽ കുഴപ്പമുണ്ടാവും, പക്ഷേ ഹാർട്ടിനെ ഒരു അപകടം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ECG ഒരു സൂചനയായിട്ട് എടുക്കാൻ പാടും. ECGയേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലക്ഷണങ്ങളാണ്. നടക്കുന്ന സമയത്ത് നെഞ്ചുവേദനയോ കിതപ്പോ പുകച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാർട്ടിന്റെ ലക്ഷണമാവാം. അതുപോലെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഹാർട്ടിന്റെ കുടുംബ പാരമ്പര്യമോ പുകവലിയോ ഉണ്ടെങ്കിൽ അത് ഹാർട്ടിന് റിസ്ക് ആണ്. ഇതാണ് ECGയേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റു പലരും എക്കോ ടെസ്റ്റ് എടുക്കും. അത് നോർമലാണെങ്കിൽ ഹാർട്ട് നോർമലാന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ അറിയേണ്ടത് എക്കോ ടെസ്റ്റ് വഴിയും ഹാർട്ടിലെ ബ്ലോക്കോ അറ്റാക്കിന്റെ സാധ്യതയോ ഒരിക്കലും നമുക്കറിയാൻ സാധിക്കില്ല. എക്കോ ടെസ്റ്റിൽ ഹൃദയത്തിന്റെ അകത്തുള്ള വാൽവുകള്, ഹൃദയത്തിന്റെ പമ്പിങ് ശക്തി, ഇത് മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അതുപോലെ ഹൃദയത്തിന് എപ്പോഴെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു അറ്റാക്ക് എക്കോ ടെസ്റ്റിലോ ECGയിലോ മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റ് തന്നെ ചെയ്യണം. ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരീരം ആയാസപ്പെടുന്ന സമയത്ത് ഹൃദയത്തിന്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സൂചനകൾ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാവും. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ട് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പാരമ്പര്യമോ പുകവലിയോ ഉള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലാണെങ്കിൽ ഹൃദയത്തിന്റെ ചെക്കപ്പായിട്ട് ചെയ്യേണ്ടത് ത്രെഡ്മിൽ ടെസ്റ്റാണ്. എല്ലാവരും വെറുതെ പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല, അനാവശ്യമാണ്. ഹെൽത്ത് ചെക്കപ്പ് ആവശ്യമുള്ളവർ ആരൊക്കെയെന്ന് വെച്ചാൽ ഒരു പ്രായത്തിന്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, നെഞ്ചിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹാർട്ടിന്റെ അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വിട്ടുമാറാത്ത ക്ഷീണമുണ്ട്, അതിന്റെ ഒരു കാരണം എന്താണെന്ന് കുറേ ആയിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. ശരീരത്തിന്റെ തൂക്കം വല്ലാതെ കൂടുകയോ വല്ലാതെ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിന്റെ ഒരു കാരണം നമുക്ക് അറിയില്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. എന്താണ് കാരണമെന്നറിയാത്ത ബോഡി പെയിൻ, ശരീരമാസകമനുള്ള വേദന, അതിന്റെ ഒരു കാരണം കണ്ടെത്താൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഹൃദയമിടിപ്പ് വല്ലാതെ ഉണ്ട്, അതിന്റെ കാരണം അറിയില്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം. ഇതല്ലാതെ വെറുതെ ചെറുപ്രായത്തിൽ പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്.